നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പുഡിംഗ് ആണേ. പഴം കൊണ്ടുള്ള ഒരു പുഡിംഗ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴം വെച്ചിട്ട് ഇത് ചെയ്യാം. നമ്മളിതിൽ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിതിൽ അവൻ ആവശ്യമില്ല, ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗാണിത്. ഇത് കാണാനും നല്ല കളർഫുള്ളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ മാറ്റമോ വരുത്തോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന സാധാരണ രീതി എങ്ങനെയാണെന്നതിൽ കാണിച്ചു തരാം. ഈ പുഡിംഗ് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് ഇഷ്ടമാവും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പഴം നല്ലതുപോലെ പഴുത്തതാണ്, ഞാൻ റോബസ്റ്റയാണ് എടുക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് വേണം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര വേണം. ബിസ്ക്കറ്റ് വേണേ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിലെടുക്കാം. പിന്നെ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാതള നാരങ്ങയും ബദാമുമാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രോബെറി ആണെങ്കിൽ അതെടുക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഇല്ല, നട്ട്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ വേണം. 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. ഒരു മുട്ട വേണം. നമുക്ക് ആദ്യം ഒരു മിക്സിയിലേക്ക് നമ്മൾ ഈ പഴം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2 ഏലക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോടെടുത്തിട്ടില്ല കേട്ടോ, അതിലെ സീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലതുപോലെ സ്വീറ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്യാം. ഇത്രയും സ്വീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാലും മതിയാവും. ഇനി ഒരു മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുകയാണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബനാനയുടെ ചെറിയ പീസസൊക്കെ അതിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുട്ടി ബനാന പീസസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഇനി നമുക്ക് ഒരു സോസ് പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കുറച്ചൊന്ന് തിക്കാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നത്. ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യത്തിന് കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കോൺഫ്ലോറിൻ്റെ അളവ് കുറച്ചാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരം അടുപ്പിൽ വെക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും. ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് പോകാനും പാടില്ല. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാമേ. ഇപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും, ഇത് അടിയിലും പിടിക്കും. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാടങ്ങ് തിക്കാവാനും പാടില്ല, എന്നാൽ അങ്ങനെ അങ്ങ് തീരെ അങ്ങ് തിന്നായിട്ടിരിക്കാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ബനാന മിക്സ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കുകയാണ്, കാര്യം ഇത് ചൂടിലിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. കാര്യം ഇത് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കട്ടിയാവും. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. കോൺഫ്ലോർ ആയതുകൊണ്ട് ഇത് ചൂടിൻ്റെ ഇത് കുറയുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ അത് തിക്കായിട്ട് വരും. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് ഒരു മിക്സറിലേക്ക് ഇട്ട് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് നല്ല കട്ടിയുള്ള ബിസ്ക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചിട്ടാലും മതിയാവും. ഇതിപ്പോൾ എൻ്റെ പൊടി അത്യാവശ്യം നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പീസസ് കൂടെ നമുക്ക് കടിക്കാൻ കിട്ടണേ. അതുകൊണ്ട് ഞാൻ വേറൊരു ബിസ്ക്കറ്റ് കൂടെ എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബനാനയും കൂടെ എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ്സ് ഉണ്ട്. ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചതുമുണ്ട്. പിന്നെ കുറച്ച് മാതള നാരങ്ങയുണ്ട്. അതേപോലെ ബദാമുണ്ട്. നമ്മൾ തണുപ്പിച്ചെടുത്ത നമ്മുടെ ബനാന മിക്സും ഉണ്ട്. ഇതിപ്പം നിങ്ങൾ വലിയൊരു ഗ്ലാസ്സിലോ ബൗളിലോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വലുതായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ ബനാന ഇത്ര വലിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വലുതായിട്ടുള്ള ഒരു പീസായിട്ടുള്ള ബിസ്ക്കറ്റും അതിലിടണം. ഇപ്പം ഞാനൊരു ചെറിയ ബൗളിലാണ് ഇതെടുക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ചെറിയ ബോട്ടിലുണ്ട്. ഇതൊരു ബേബി ഫുഡ് ജാറാണ്. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് ബനാനയുടെ മിക്സ്, നമ്മൾ തണുപ്പിച്ചെടുത്ത ബനാനയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു പാതിയിലും താഴെ ആയാൽ മതിയാവും കേട്ടോ. പാതി നിറയ്ക്കണം എന്നില്ല, ഒരു പകുതിയിലും താഴെ നിറച്ചാൽ മതി. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് അടുത്ത സെറ്റ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബനാന കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം. ഞാനിവിടെ ചെറിയ ജാർ എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര കുട്ടിയായിട്ട് കട്ട് ചെയ്തത്. നിങ്ങൾ വലിയ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പോമഗ്രാനറ്റും ബദാമും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നട്ട്സും ഫ്രൂട്ട്സും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിന് മേലെ അടുത്ത ലെയർ വീണ്ടും ഈ ബനാന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 3/4 ഭാഗത്തിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിതിന് മുകളിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ചേർക്കാം. ഇത് ഓരോ ലെയറായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം ബനാന, പിന്നെ ബിസ്ക്കറ്റിൻ്റെ മിക്സ്, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ നട്ട്സോ. അതിന് മുകളിൽ വീണ്ടും ബനാനയുടെ മിക്സ്, അതിന് മേലെ ബിസ്ക്കറ്റ്, വീണ്ടും ഫ്രൂട്ട്സ്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിന് മേലെ ഞാൻ കുറച്ച് പോമഗ്രാനറ്റും ഇതും ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഹെവി വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. അതില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇത് സെർവ് ചെയ്യാം. ക്രീമും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ഇനി ഞാനിതിൻ്റെ മേലെ കുറച്ചുകൂടെ പോമഗ്രാനറ്റ് ചേർക്കുകയാണേ. ഇങ്ങനെ നമ്മൾ ഈ ക്രീമിൻ്റെയൊക്കെ മേലെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇടുകയാണെങ്കിൽ അത് കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ ബനാന പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയം മാത്രമേ വരുന്നുള്ളൂ നമുക്ക്. ബാക്കിയുള്ളതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി ഞാനൊരു ബനാനയുടെ ചെറിയ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിക്കാമേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ യമ്മി ബനാന പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്